ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. അവദൈവത്തിൻ അത്ഭുത ശക്തിയെ പുത്രൻ യേശോതൻ വാഗ്ദാനം നീയേ. ആദിമ ചൈതന്യം നിറയും ഗുഹായേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. അണയും പാവന നിമിഷമിതാ തിരുജീവൻ പകരും നിർമ്മല നിമിഷമിതാ മമനാഥന് സ്തുതി പാടിട മനവീണകൾ മിട്ടിപ്പാടിട നാഥ വരേണമേ എന്നിൽ നിറയണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം എൽറുഹ ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും കർത്താവ് തരുന്ന ശക്തമായ ദൈവിക സന്ദേശമാണ് ഭൂതോച്ചാരണ വസ്തുക്കൾ ഉപയോഗിക്കുക എന്ന സന്ദേശം. ഭൂതോച്ചാരണ വസ്തുക്കൾ ഉപയോഗിക്കുക. എന്താണ് ഭൂതോച്ചാരണ വസ്തുക്കൾ? സ്നേഹമുള്ളവരെ, ഭൂതോച്ചാരണ പ്രാർത്ഥനയുണ്ട്, ഭൂതോച്ചാരണ വസ്തുക്കളുണ്ട്. ഭൂതം എന്ന് വെച്ചാൽ നമുക്കറിയാം പിശാച്, സാത്താൻ. ഭൂതോച്ചാടനം എന്ന് വെച്ചാൽ പിശാചിനെ പുറത്താക്കുക, പിശാചിനെ പുറത്താക്കുന്ന ശുശ്രൂഷ. അതിനെയാണ് ഇംഗ്ലീഷിൽ പറയും എക്സോസിസം എന്ന് പറയുകയാണ്. പിശാചിനെ പുറത്താക്കുക, ഭൂതോച്ചാടനം. പിശാചിനെ പുറത്താക്കുന്ന ആ പ്രാർത്ഥന, ഭൂതോച്ചാരണ പ്രാർത്ഥനയെ വിളിക്കുന്ന പേരാണ് നമ്മൾ സാധാരണ വിളിക്കും ബന്ധന പ്രാർത്ഥനകൾ എന്ന് പറയും. ഡെലിവറൻസ് പ്രയർ അല്ലെങ്കിൽ ബന്ധന പ്രാർത്ഥന, ബൈൻഡിങ് പ്രയർ ഇങ്ങനെ പറയും. അങ്ങനെ ബന്ധന പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ഭൂതോച്ചാരണ വസ്തുക്കൾ ഉപയോഗിക്കുക, പിശാചിനെ പുറത്താക്കുന്ന വസ്തുക്കൾ ഉപയോഗിക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും, നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കും, വൈദികരെല്ലാവരും ബന്ധന പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം ഹന്നാവളെടുത്ത് ഇങ്ങനെ സമൂഹത്തിൻ്റെ മേൽ, ജനങ്ങളുടെ മേൽ അല്ലെങ്കിൽ സ്ഥലത്തിൽ, ആ വീട്ടിലൊക്കെ തെളിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഏതാണ് ഭൂതോച്ചാരണ പ്രാർത്ഥന, ഏതാണ് ഭൂതോച്ചാരണ വസ്തുക്കൾ? പ്രാർത്ഥന നമുക്ക് മനസ്സിലായി, ഏതെങ്കിലും വിധത്തിലുള്ള യേശുവിൻ്റെ നാമത്തിൽ പിശാചിനെ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ഇതാണ് പ്രാർത്ഥന. അതിനുശേഷം നമ്മൾ ഭൂതോച്ചാരണ വസ്തു, അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഭൂതോച്ചാരണ വസ്തുവാണ്, പിശാചിനെ പുറത്താക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് ഹന്നാ വെള്ളം അല്ലെങ്കിൽ ഹോളി വാട്ടർ അല്ലെങ്കിൽ വെഞ്ചരിച്ച വെള്ളം. പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. മറ്റൊരു ഭൂതോച്ചാരണ വസ്തുവാണ് സ്നേഹമുള്ളവരെ ഈ വെഞ്ചരിച്ച ഒലിവ് ഓയിൽ. വെഞ്ചരിച്ച ഒലിവ് ഓയിൽ നല്ലൊരു ഭൂതോച്ചാരണ വസ്തുവാണ്. അപ്പോൾ വെഞ്ചരിച്ച വെളിച്ചെണ്ണയോ മറ്റോ ഓയിലൊക്കെ ഉപയോഗിക്കാം, പക്ഷേ കൂടുതലായിട്ട് പറയുക വെഞ്ചരിച്ച ഒലിവ് ഓയിലാണ് കൂടുതൽ ഉത്തമം എന്നാണ് പ്രമുഖരായിട്ടുള്ള ഭൂതോച്ചാടകരായിട്ടുള്ള വ്യക്തികൾ പറയുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഭൂതോച്ചാരണ വസ്തുവായിട്ട് പറയപ്പെടുന്നതാണ് വെഞ്ചരിച്ച കല്ലുപ്പ്. ഉപ്പ് ഉപയോഗിക്കുക, വെഞ്ചരിച്ച കല്ലുപ്പാണ് ഉപയോഗിക്കുക, പൊടിയുപ്പല്ല, കല്ലുപ്പ് ഉപയോഗിക്കുക. അത് വീടിന് ചുറ്റും ശക്തിയിൽ വെതറിയിട്ട് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ പറമ്പിലൊക്കെ വെതറിയിട്ട് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ നമ്മളുണ്ടാക്കിയ ഭക്ഷണത്തിൽ അല്പം വെഞ്ചരിച്ച കല്ലുപ്പ് ചേർത്ത് കഴിക്കുക. ഇതൊക്കെ വളരെ നല്ലതാണെന്നാണ് ഭൂതോച്ചാടകരായിട്ടുള്ള വൈദികർ അല്ലെങ്കിൽ എക്സോസിസ്റ്റുകൾ പറയുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഭൂതോച്ചാരണ വസ്തുവാണ് വെഞ്ചരിച്ച കുന്തിരിക്കം. കുന്തിരിക്കം വെഞ്ചരിച്ച് അത് ഉപയോഗിക്കുക, അത് പുകയ്ക്കുക, അല്ലെങ്കിൽ ഈ ഉപ്പ് വിതരണ പോലെ തന്നെ പറമ്പിൽ വെതറിയിടുക. അതിങ്ങനെ പല തടസ്സങ്ങളും ബന്ധനങ്ങളും കെട്ടുകൾ അഴിയാൻ, നെഗറ്റീവ് എനർജിക്ക് വിട്ടുപോകാൻ നല്ലതാണ് എന്നാണ് സഭ പഠിപ്പിക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഭൂതോച്ചാരണ വസ്തുവാണ് വെഞ്ചരിച്ച തേൻ ഉപയോഗിക്കുക. വെഞ്ചരിച്ച തേൻ കഴിക്കുന്നത്, അത് പുരട്ടുന്നത്,
അത് വളരെ നല്ലതാണ് എന്നാണ് പറയുക. ഇത് പ്രധാനമായിട്ട് ഈ ഭൂതോച്ചാരണ വസ്തുക്കളെ പറ്റി പറയുന്ന ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ്. ഫാദർ ഗബ്രിയേൽ അമോൽത്ത് സഭയിലെ ഒഫീഷ്യൽ എക്സോസിസ്റ്റ് ആയിരുന്ന വൈദികനാണ് ഫാദർ ഗബ്രിയേൽ അമോൽത്ത്. അദ്ദേഹത്തിൻ്റെ ഒരു ഭൂതോച്ചാടകൻ്റെ അനുഭവങ്ങൾ എന്ന പേരുള്ള പുസ്തകത്തിൽ ഈ ഭൂതോച്ചാരണ വസ്തുക്കളുടെ പ്രാധാന്യത്തെപ്പറ്റി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സഭ ഔദ്യോഗികമായി അംഗീകരിച്ച പുസ്തകമാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഭൂതോച്ചാടകൻ്റെ അനുഭവങ്ങൾ എന്ന പേരുള്ള പുസ്തകം. അത് നമുക്ക് നോക്കി വായിക്കാവുന്നതാണ്. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളൊക്കെ എഴുതി വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ എൽറുഹ ധ്യാന സെൻ്ററിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫാദർ ഗബ്രിയേൽ അമോൽത്ത് പറഞ്ഞതനുസരിച്ചുള്ള ഈ ഭൂതോച്ചാരണ വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളുമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുക. അത് ചെറിയ അത്ഭുതങ്ങളോ നമ്മൾക്ക് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള മഹാ അത്ഭുതങ്ങൾ ഈ ഒരു ഭൂതോച്ചാരണ വസ്തുക്കൾ ജനങ്ങൾ ഉപയോഗിക്കുമ്പോൾ സംഭവിക്കും എന്നുള്ളതാണ് സത്യം. ഇവിടെ നടന്ന അത്ഭുതങ്ങളുടെ അടിസ്ഥാനത്തിൽ അച്ഛൻ ഈ വെഞ്ചരിച്ച തേനും ഉപ്പും ഒലിവ് ഓയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ കിട്ടിയ അനുഗ്രഹങ്ങൾ പെട്ടെന്നൊന്ന് വായിക്കാം. നിങ്ങൾക്കതൊരു ഉപകാരപ്രദമാകുമെന്ന് കരുതുകയാണ്. വെഞ്ചരിച്ച തേൻ്റെ ഉപയോഗം ഉദരസംബന്ധമായ എല്ലാ രോഗങ്ങളും മാറിക്കിട്ടാൻ, വയറുവേദന, അൾസർ, അസിഡിറ്റി, ലൂസ് മോഷൻ, കോൺസ്റ്റിപ്പേഷൻ, ഗ്യാസ് ട്രബിൾ ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ മാറിക്കിട്ടാൻ നമുക്ക് വെഞ്ചരിച്ച തേൻ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഒപ്പം തന്നെ മദ്യപാനാസക്തി, ഇങ്ങനെയുള്ള ആസക്തികൾ, ലഹരി വസ്തുക്കൾ അടിമത്തം, മദ്യപാന ആസക്തികൾ ഇതൊക്കെ മാറിക്കിട്ടാനായിട്ട് വെഞ്ചരിച്ച തേൻ കൊടുക്കുക അല്ലെങ്കിൽ കഴിക്കുക. അതുപോലെ തന്നെ കൂദാശ ജീവിതത്തിൽ വിശ്വാസമില്ല, യേശു ഏക രക്ഷണ വിശ്വാസമില്ല, വിശ്വാസം മുന്നുണ്ടായിരുന്നു, പിന്നെ കൂദാശ ജീവിതത്തിൽ നിന്ന് അകന്നുപോയി, അങ്ങനെയുള്ള മക്കൾക്കൊക്കെ വെഞ്ചരിച്ച ഇങ്ങനെ തേൻ കൊടുക്കുക. ഒപ്പം തന്നെ അമിതമായ പിടിവാശി മാറിക്കിട്ടാൻ, അമിതമായ ജഡികാസക്തി വിട്ടുപോകാൻ, ഹൈപ്പർ ആക്ടിവിറ്റി മാറിക്കിട്ടാൻ, വിഭ്രാന്തികൾ, മാനസിക രോഗങ്ങൾ മാറിക്കിട്ടാൻ, ഡിപ്രഷൻ. എന്താണ് ഡിപ്രഷൻ എന്ന് വെച്ചാൽ ഒന്നിലും താല്പര്യമില്ലാത്ത അവസ്ഥ, ഉൾവലിയുന്ന സ്വഭാവം, ഓവർ ടെൻഷൻ, ആത്മഹത്യ ചിന്ത, നിരാശ, അമിതമായ ഭയം, ഒത്തിരി നെഗറ്റീവ് ചിന്തകൾ, ആ മനസ്സാകെ ഡിസ്റ്റർബ്ഡ് ആകുന്ന അവസ്ഥകൾ, ഇതൊക്കെ മാറിക്കിട്ടാൻ വെഞ്ചരിച്ച തേൻ കഴിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. മുഖത്തിലെ ശരീരത്തിലെ പാടുകളൊക്കെ മാറിപ്പോകാൻ ആളുകൾ വെഞ്ചരിച്ച തേൻ പുരട്ടുമ്പോൾ അത്ഭുത രോഗശാന്തിയാണ് ലഭിക്കുക. പഠിക്കുന്നവർ, പഠന തടസ്സമുള്ളവർ, അങ്ങനെയുള്ള മക്കൾ 2 സ്പൂൺ വെഞ്ചരിച്ച തേൻ കഴിച്ച് പഠിക്കുന്നതും പരീക്ഷയ്ക്ക് പോകുന്നതൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ തെറ്റായ പ്രേമബന്ധങ്ങൾ, അവിഹിത ബന്ധങ്ങളിൽ നിന്നൊക്കെ വിടുതൽ കിട്ടാൻ, ഇങ്ങനെയുള്ള കൈവിഷങ്ങളൊക്കെ കളയാനും വെഞ്ചരിച്ച തേൻ കൊടുത്ത് പ്രാർത്ഥിക്കുക എന്നാണ് പറയുക. ഇനി മറ്റൊന്നാണ് വെഞ്ചരിച്ച ഒലിവ് ഓയിലിൻ്റെ ഉപയോഗം. എല്ലാ ത്വക്ക് രോഗങ്ങളും മാറിക്കിട്ടാൻ, സോറിയാസിസ്, ഡ്രൈ സ്കിന്ന്, ചൊറിച്ചിൽ, വെള്ളപ്പാണ്ട് ഇതൊക്കെ മാറിക്കിട്ടാൻ, ഈ അലർജി രോഗങ്ങളൊക്കെ മാറിക്കിട്ടാൻ, മുടികൊഴിച്ചിൽ മാറിക്കിട്ടാൻ, താരൻ്റെ ശല്യം, പേൻ ശല്യം, മുഖക്കുരു ഇതെല്ലാം മാറിക്കിട്ടാൻ വെഞ്ചരിച്ച ഒലിവ് ഓയിൽ പുരട്ടി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. പൈൽസ്, ഫിസ്റ്റുല, അനൽ ഫിഷർ ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറിക്കിട്ടാൻ, മൂക്കടപ്പ്, അഡിനോയിഡ് ഇതൊക്കെ മാറിക്കിട്ടാൻ, ഒരുപാട് പേർക്കാണ് മൂക്കടപ്പ് അല്ലെങ്കിൽ മൂക്കിൽ അഡിനോയിഡ് ദശ വളർന്ന് തടസ്സങ്ങൾ, അല്ലെങ്കിൽ ജലദോഷം, മൂക്കൊലിപ്പ് ഇങ്ങനെയുള്ളവരൊക്കെ വിച്ച് വെട്ടണ പോലെ മൂക്കിൻ്റെ ഉള്ളിൽ വെഞ്ചരിച്ച ഒലിവ് ഓയിൽ പുരട്ടി വിശ്വാസമാണ് ചൊല്ലി പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ ശരീരത്തിലെ മുഴകൾ മാറിക്കിട്ടാൻ, ശരീരഭാഗങ്ങളുടെ വേദനകൾ, നടുവേദന, കൈമുട്ട് വേദന, കാൽമുട്ട് വേദന, തോളല് വേദന, ഉപ്പിറ്റ് വേദന ഇതൊക്കെ മാറിക്കിട്ടാനായിട്ട് ഈ ഒലിവ് ഓയിൽ പുരട്ടി പ്രാർത്ഥിക്കുക. തെറ്റായ പ്രേമബന്ധത്തിൽ നിന്ന് വിടുതൽ കിട്ടാൻ, ഇങ്ങനെയുള്ള കൈവിഷം, ഇങ്ങനെയുള്ള മേഖലകളിൽ വൈശാചികമായിട്ട് ഈ രീതിയിൽ എല്ലാ വിഗ്രഹാർപ്പിത ഭക്ഷണത്തിലൂടെ കടന്നുപോയ തിന്മകളൊക്കെ അത് കളയാനൊക്കെ വെഞ്ചരിച്ച തേനും ഒലിവ് ഓയിലും ഒരു 2 മാസത്തേക്കൊക്കെ 2 സ്പൂണോ 4 സ്പൂണൊക്കെ കഴിച്ച് പ്രത്യേകം വിശ്വാസപ്രമാണമൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. പ്രൈസ് ദി ലോർഡ്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊന്നാണ് വെഞ്ചരിച്ച കല്ലുപ്പിൻ്റെ ഉപയോഗം. എല്ലാ ക്ഷുദ്രജീവികളുടെ ശല്യത്തിൽ നിന്ന് വിടുതൽ ലഭിക്കാൻ, പാമ്പ് ശല്യം, എലിശല്യം, പട്ടിശല്യം, മൂട്ടശല്യം, പഴുതാരശല്യം, പാറ്റശല്യം, ഉച്ചശല്യം, കൊതുക് ശല്യം, കുരങ്ങ് ശല്യം, ആനശല്യം, ഉറുമ്പ് ശല്യം ഇങ്ങനെയുള്ള പല പല അസ്വസ്ഥതകളുള്ള ഒരുപാട് പേരാണ് നമ്മുടെ ധ്യാന ശുശ്രൂഷ നമ്മൾ കണ്ടുമുട്ടുക. ഇന്നൊക്കെ വിടുതൽ കിട്ടാൻ വെഞ്ചരിച്ച കല്ലുപ്പ് ശക്തിയിൽ വീടിന് ചുറ്റും പറമ്പിലും തൊഴുത്തിലും കിണറ്റിലൊക്കെ, അല്ലെങ്കിൽ കിണറ്റിൽ വെള്ളമില്ല അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ശക്തിയിൽ വെതറിയിട്ട് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ കലങ്ങിയ വെള്ളമാണ്, കിണറ്റിൽ നിന്ന് പൊട്ട സ്മെല്ല് വരുന്നു വെള്ളത്തിൽ നിന്ന്, അങ്ങനെയുള്ള മേഖലകളിലൊക്കെ വെഞ്ചരിച്ച കല്ലുപ്പ് ഇങ്ങനെ വെള്ളത്തിൽ വെതറിയിട്ട്, കിണറ്റിൽ വെതറിയിട്ട് പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. പറമ്പിൽ വെതറിയിട്ട് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ബന്ധനങ്ങൾ അഴിയാൻ എന്നും ഹോസ്പിറ്റലിൽ പോകുകയാണ്, എന്നും വീട്ടിൽ രോഗപീഠ അങ്ങനെയുള്ള വീടുകളൊക്കെ ഉണ്ട്, സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അതുപോലെ സ്ഥലം വിറ്റുപോകുന്നില്ല, വിൽപ്പന തടസ്സങ്ങൾ, സ്ഥല വിൽപ്പന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടാൻ ഇതൊക്കെ വെഞ്ചരിച്ച കല്ലുപ്പ് ശക്തിയിൽ ആ പറമ്പിൽ വെതറിയിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ അതിന് കൃഷിസ്ഥലം ഫലഭൂയിഷ്ടമാക്കാൻ, തുടർച്ചയായി രോഗപീഠകൾ വരുന്ന ഭവനങ്ങൾക്ക് വിടുതൽ ലഭിക്കാൻ, വളർത്തുമൃഗങ്ങളുടെ രോഗപീഠകൾ മാറിപ്പോകാൻ തൊഴുത്തിന് ചുറ്റും ഇട്ട് പ്രാർത്ഥിക്കുക. ഇങ്ങനെ ശരീരത്തിലെ രോഗപീഠകൾ മാറിപ്പോകാൻ ഭക്ഷണത്തിൽ ചേർക്കുന്നതും വെള്ളത്തിലിട്ട് കുളിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്. വലിയ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് തരുന്നൊരു സന്ദേശമാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി
വ്യക്തി ഇങ്ങനെ ഒരു സഹോദരിയെയാണ് കർത്താവ് എടുത്ത് കാണിക്കുക. ആ സഹോദരി തലയിൽ നിറയെ ഈ സോറിയാസിസ് ആണ്, തല നിറയെ സോറിയാസിസ്. അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ ശരീരത്തിൽ മുഴുവൻ സോറിയാസിസ്, ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ സോറിയാസിസ്, തല നിറയെ സോറിയാസിസ്. ഇങ്ങനെയുള്ളവർ വെഞ്ചരിച്ച ഒലിവ് ഓയിൽ അത് വാങ്ങിക്കൊണ്ട് പോയി നിങ്ങളുടെ തലയിൽ നന്നായി പുരട്ടി, അല്ലെങ്കിൽ ഈ രോഗബാധിത മേഖലയിലൊക്കെ പുരട്ടുക. എന്നിട്ട് 33 വിശ്വാസ പ്രമാണം ചെല്ലുക. പ്രാർത്ഥനാപൂർവ്വം ഇത് ചെയ്യുമ്പോൾ അതിന് വലിയ എഫക്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു 33 വിശ്വാസ പ്രമാണം ഈശോയുടെ വയസ്സിൻ്റെ സ്തുതിക്കായിട്ട് തുടർച്ചയായിട്ട് 33 ദിവസം, ഓരോ ദിവസവും 33 വിശ്വാസ പ്രമാണം ചൊല്ലി, അങ്ങനെ 33 ദിവസം ചൊല്ലി പ്രത്യേകം പ്രാർത്ഥിക്കുക. ഒപ്പം തന്നെ ഇങ്ങനെയുള്ള ഭൂതോച്ചാരണ വസ്തുക്കൾ ഉപയോഗിക്കുക. വെഞ്ചരിച്ച ഒലിവ് ഓയിലൊക്കെ തലയിൽ ഇങ്ങനെ സൂര്യാസുള്ളടത്തൊക്കെ പുരട്ടുക. എന്നിട്ട് ഈശോയ്ക്ക് ഒരു വാക്ക് കൊടുക്കണം. വാക്കിതാണ്, ഞാനിത് സാധിച്ചു കിട്ടുകയാണെങ്കിൽ, ഇവിടെ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഈ ഭൂതോച്ചാരണ വസ്തുക്കളിലൂടെ സംഭവിക്കുകയാണെങ്കിൽ ഞാനത് സാക്ഷ്യം പറയാം ഈശോയെ എന്ന് വാക്ക് കൊടുക്കണം, സാക്ഷ്യപ്പെടുത്തണം, ദൈവത്തിന് മഹത്വം കൊടുക്കണം. ദൈവം തന്ന വലിയ അനുഗ്രഹങ്ങൾ അത് മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തണം. അങ്ങനെ സാക്ഷ്യം പറയാൻ ഈ എൽറുഹ ധ്യാന കേന്ദ്രത്തിൽ വന്ന് സാക്ഷ്യപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്താമെന്ന് വാക്ക് കൊടുത്തുകൊണ്ട് നിങ്ങൾ ഈ ഭൂതോച്ചാരണ വസ്തുക്കൾ ഉപയോഗിച്ച് വിശ്വാസപ്രമാണം 33 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിച്ചു നോക്കിയാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം പറഞ്ഞാൽ വിശ്വസിക്കാൻ പോലും പറ്റാത്ത അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളൊരു ഇതിനെ പറ്റിയ ഉദാഹരണങ്ങളൊക്കെ ഇഷ്ടംപോലെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ വായിക്കാൻ പോകുന്ന വചനഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനം നമ്മൾ വായിക്കാനായിട്ട് പോവുകയാണ്. അവിടെ ജന്മന അന്ധനായ ഒരു മനുഷ്യന് ഈശോ സൗഖ്യം കൊടുക്കുകയാണ്. നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അദ്ദേഹത്തിൻ്റെ കണ്ണിലിങ്ങനെ പുരട്ടുകയാണ്. കണ്ടോ, ഒലിവ് ഓയിൽ പുരട്ടണ പോലെ, ഇങ്ങനെ തേൻ പുരട്ടണ പോലെ, തേൻ കഴിക്കണ പോലെയൊക്കെ കർത്താവ് തുപ്പൽ കൊണ്ട് ചെളി ഉണ്ടാക്കി ആ ചെളിയാണ് പുരട്ടുക. എന്നിട്ട് പറഞ്ഞ് സീലോഹായി പോയി കഴുകാൻ പറയുകയാണ്. പല കുളങ്ങളുണ്ട്, പല നദികളുണ്ട്, പക്ഷേ എല്ലാ സ്ഥലത്തും പോയിട്ട് കാര്യമില്ല. കർത്താവ് പ്രത്യേകം പറഞ്ഞു സീലോഹ എന്ന സ്ഥലത്ത് തന്നെ പോയി കഴുകണം, എന്നാലേ സൗഖ്യം കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. കണ്ടോ, ആ വെഞ്ചരിച്ച വെള്ളം തന്നെ ഉപയോഗിക്കണം, ആ വെഞ്ചരിച്ച ഉപ്പ് തന്നെ, അല്ലെങ്കിൽ വെറുതെ ഉപ്പ് കൊണ്ടിട്ട് കാര്യമില്ല. വെഞ്ചരിച്ച ഉപ്പ് അതിൻ്റേതായ പ്രാർത്ഥനയോടെ സാക്ഷ്യം പറയാൻ ഈശോയ്ക്ക് വാക്ക് കൊടുത്തുകൊണ്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായ രീതികളുണ്ട്. കൃത്യം പറഞ്ഞ പോലെ ചെയ്യണം. തോന്നിയതുപോലെ നമുക്ക് തോന്നുന്ന പോലെ ചെയ്തിട്ട് കാര്യമില്ല. ആ പറഞ്ഞ പോലെ ഉപ്പ് കൊണ്ടൊന്നും ഇങ്ങനെ വെറുതെ ഇട്ടിട്ട് കാര്യമില്ല. ശക്തിയിൽ വെതറണം, ഫോഴ്സിലിങ്ങനെ നമ്മളിങ്ങനെ ശക്തിയിൽ നിലത്തേക്ക് വീക്കിക്കൊണ്ട് അങ്ങനെയാണത് വീടിന് ചുറ്റിടേണ്ടത്. വീട്ടിൽ പല്ലിശല്യമുള്ളവരൊക്കെ ഒരു ബക്കറ്റ് വെള്ളം എടുക്കുക, ആ വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് തുണി നനച്ച് വീടിൻ്റെ ഫ്ലോറൊക്കെ തുടക്കി ഉറുമ്പ് ശല്യം, പാറ്റശല്യം ഇതൊക്കെ മാറിപ്പോകുന്ന അനുഭവം ഉണ്ടാവും. നമ്മളുവർ അതുകൊണ്ട് ഈ വചനഭാഗം നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ആ ജന്മനന്ദൻ ചെയ്തതുപോലെ ദൈവം പറഞ്ഞതനുസരിച്ചപ്പോഴോ മഹാത്ഭുതം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക. അതുകൊണ്ട് ഈ കണ്ണിന് അസുഖമുള്ളവരൊക്കെ ഞാൻ പറയും, കണ്ണിൽ ഈ ഹന്നാവെള്ളം പുരട്ടി പ്രാർത്ഥിക്കുക. കണ്ണിൽ ഹന്നാവെള്ളം പുരട്ടി പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നല്ലതാണെന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുക. നമുക്ക് ഈ വചനഭാഗം വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഭൂതോച്ചാരണ വസ്തുക്കൾ ഉപയോഗിക്കാനും ഈ സമയം തീരുമാനമെടുക്കാം. ഏറ്റുപറയുന്നു, അവൻ കടന്നു പോകുമ്പോൾ ജന്മന അന്ധനായ ഒരുവനെ കണ്ടു. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമാണ്? ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ? യേശു മറുപടി പറഞ്ഞു, ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ പാപനിമിത്തമല്ല, പ്രത്യുത ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു. ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. ഇത് പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവന്റെ കണ്ണുകളിൽ പൂശിയിട്ട് അവനോട് പറഞ്ഞു, നീ പോയി സീലോഹ, അയക്കപ്പെട്ടവൻ എന്നർത്ഥം, കുളത്തിൽ കഴുകുക. അവൻ പോയി കഴുകി
കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു. അയൽക്കാരും അവനെ മുമ്പ് യാചകനായി കണ്ടിട്ടുള്ളവരും പറഞ്ഞു, ഇവൻ തന്നെയല്ലേ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചിരുന്നവൻ? ചിലർ പറഞ്ഞു, ഇവൻ തന്നെ. മറ്റു ചിലർ പറഞ്ഞു, അല്ല, ഇവൻ അവനെ പോലെ ഇരിക്കുന്നു എന്നേയുള്ളൂ. എന്നാൽ അവൻ പറഞ്ഞു, ഞാൻ തന്നെ. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, എങ്ങനെയാണ് നിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത്? അവൻ പറഞ്ഞു, യേശു എന്നു പേരുള്ള മനുഷ്യൻ ചെളിയുണ്ടാക്കി എന്റെ കണ്ണുകളിൽ പുരട്ടി സീലോഹായിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു. ഞാൻ പോയി കഴുകി, എനിക്ക് കാഴ്ച ലഭിച്ചു. ഇരുകരങ്ങളെ സ്തുതിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വാസം വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളെ സ്തുതിക്കുന്നു. നമ്മൾ വായിച്ച, നമ്മൾ ഏറ്റുപറഞ്ഞ വചനങ്ങളുടെ അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശിരിരിരിരിരിരിരിരി ശിരിരിരിരിരിരിരി ശിരിരിരിരിരിരിരി ശബഹാല ബാല 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 ശമലത ബബ 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 ശമലത ബബ ബബ ശമലതി മെ ബാത ബഹാല ബാല മമ മത ബാല ശല ഹാല ബാല ബാല ശിരിരിരിരിരിരി ശിരിരിരിരിരിരി ശിരിരിരിരിരി ശിരിരിരിരിരിരി. കരങ്ങളടിച്ചുകൊണ്ട് ശക്തിയോടെ കരങ്ങളടിച്ച് ബന്ധനങ്ങൾ തകരട്ടെ, ചങ്ങലകൾ പൊട്ടട്ടെ യേശുവിന്റെ നാമത്തിൽ. ബന്ധനങ്ങൾ തകരട്ടെ, ചങ്ങലകൾ പൊട്ടട്ടെ, ഞങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. ബന്ധനങ്ങൾ തകരട്ടെ, ചങ്ങലകൾ പൊട്ടട്ടെ യേശുവിന്റെ നാമത്തിൽ. ബന്ധനങ്ങൾ തകരട്ടെ, ചങ്ങലകൾ പൊട്ടട്ടെ, ഞങ്ങൾ വിടുതൽ പ്രാപിക്കരമുയർത്തി. പിതാവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, സാത്താൻ വിട്ടുപോകട്ടെ. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, സാത്താൻ വിട്ടുപോകട്ടെ. ആത്മാവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, സാത്താൻ വിട്ടുപോകട്ടെ. ആത്മാവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, സാത്താൻ വിട്ടുപോകട്ടെ. എല്ലാവരും കരവത്ത് സ്തുതിക്കുന്നു. ഹാലുലിയ പറഞ്ഞ് സ്തുതിക്കുന്നു. വേഗത്തിൽ ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവേ, പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അമലൽപ്പം അറിയമേ, മാലാഖമാരെ, മുഖ്യ ദൂതന്മാരെ, സ്വർഗ്ഗത്തിൽ വിശുദ്ധരെ, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക്, ഈ ധ്യാനിക്കുന്ന എല്ലാവരിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ സത്യപഥനെ സഹായിക്കണേ, സംരക്ഷിക്കുന്ന, വിശുദ്ധീകരിക്കുന്ന, രൂപാന്തരപ്പെട്ട ദൃഢത കഴിയണമേ. സകല ശുദ്രം, മന്ത്രവാദ, അഭിചാര, ഗുണോത്ര, ദുഷ്ടദോഷം, പൈശാചി, അക്കപീഡ, ബാധല, കൈവശങ്ങൾ ദൂരേറ്റണമേ. പാപകരമായ സകല അസൂയ, ചതി, വഞ്ചന ഞങ്ങൾ എന്നേക്കുമായി വിട്ടുപോട്ടെ. സവശനാ ദൈവത്തിന്റെ സതിയ യശോരായ യേശു നാമത്തില് പരിശുദ്ധ കന്യാമണി സത്യയുടെ മധ്യസ്ഥാന് മിക റബ ഗബ്രി മലമണി സത്തമായ സാധാ സവശത്താല് ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കുടുംബത്തിലും വ്യക്തിത്വത്തിലും സമൂഹത്തിലും എല്ലാ ദ്രമങ്ങളും വെള്ളത്തിലും വായിലൂടെ വസ്തുവിലും ഭക്ഷണവും നടത്തുന്ന മാനസികമോ ശാരീരിക ആത്മീയമല്ല മാനസികമോ പ്രാപിച്ചമോ പൈശാചികമല്ല സകല ബന്ധനങ്ങളും മത്തായി 4:10 ലൂക്കാ 4:2 മർക്കോസ് 16:5 ഉദ്യോനം 3:8 പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടി ആ ദൈവപുത്രം വന്ന് ഈ വചന സതിയ സകലവിധ പ്രകൃതിക്ഷമ ഇടിവിട്ട് നാശനഷ്ടങ്ങള് ഉറപ്പ് ദേശ വാശി വൈരാ തർക്കം കലകളും പ്രശ്നങ്ങളും പ്രതിസന്ധികള് ജടിയാ ദിവ്യാസ് കോപാസ് ഭാഷണാസതി സ്വയംഭോഗ സ്വർഗഭോഗ തെറ്റായ ബന്ധങ്ങളും സ്നേഹങ്ങളും വ്യഭിചാര ദുർബോധം അഹങ്കാര അസൂയ അലസം മോഹം കോപം ഗതി വിവാഹ തടസ്സം ജോലി തടസ്സം വിൽപ്പന തടസ്സം യാത്രാ തടസ്സം പഠനതടസ്സം കോടതിയിൽ സാമ്പത്തികമുണ്ട് കണ്ണ് മൂക്ക് ചെവി നാക്ക് തോക്ക് ആന്തരിക ബാഹ്യനും ചെറുതൊരു രോഗപിടല് അമിതമായ ഭയം ദുഃഖം നിരാശ അപകർഷതാബോധം കുറ്റമാൻ ലജ്ജ തൊട്ടവാടി സ്വഭാവം വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ് ക്ഷമിച്ച് പ്രാർത്ഥിക്കുക ശുദ്ധിച്ച് പ്രാർത്ഥിക്കുക വയനം വായിക്കുക ജമ്പാച്ചല തടസ്സങ്ങള് രോഗശാന്തിയുടെ തടസ്സങ്ങള് സന്ദേശങ്ങളുണ്ടാകുന്ന തടസ്സങ്ങള് വന്യജീവികളുടെ ശുദ്ധികളുടെ ആക്രമണങ്ങള് അതിന് പിന്നിപ്പത്തികൾ പൈശാചേരി അന്താസത്ത് സാത്താസത്ത് ദുഷ്ടജാതികള് ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുനാഥ് ഞാൻ ശാസിക്കുന്നു യേശുനാഥ് ബന്ധിക്കുന്നു യേശുനാഥ് ബഹിഷ്കരിക്കുന്നു ഈശോരെ കുറിച്ച് ലാട്ടി വായിക്കുന്നു ഇനി മേലൊരിക്കൽ ഞങ്ങളുടെ കുടുംബത്തിലെ കൂട്ടായ്മയിലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ പ്രശ്നം വന്ന് സാത്താനെ നിന്നോ ഞാൻ കൽപ്പിക്കുന്നു ആലുലി 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 ആലുലിയ 83-ാം സംഗീതത്തിന് അഭിഷേകം നിന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ
കർത്താവേ. ഇസ്രായേലിന്റെ വൈരികളെ നശിപ്പിക്കണമേ ദൈവമേ. ഇസ്രായേലിന്റെ വൈരികളെ നശിപ്പിക്കണമേ കർത്താവേ. കരം ഉയർത്തി എല്ലാവരും സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തിരുരക്തത്താൽ കഴിയണമേ, തിരുരക്തത്താൽ കഴിയണമേ. തിരുരക്ത അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരങ്ങളടിച്ചുകൊണ്ട് ഈ പാട്ടിന്റെ അഭിഷേകം നിറയട്ടെ. ഏറ്റു പറഞ്ഞ വചനങ്ങളുടെ അഭിഷേകം നിറയട്ടെ. ആസക്തികൾ തകരട്ടെ, അടിമത്തങ്ങൾ നീങ്ങട്ടെ യേശുവിന്റെ ബലിയാലേ. ആസക്തികൾ തകരട്ടെ, അടിമത്തങ്ങൾ നീങ്ങട്ടെ, ഞങ്ങൾ ശക്തരാകട്ടെ. ആസക്തികൾ തകരട്ടെ, അടിമത്തങ്ങൾ നീങ്ങട്ടെ യേശുവിന്റെ ബലിയാലേ. ആസക്തികൾ തകരട്ടെ, അടിമത്തങ്ങൾ നീങ്ങട്ടെ, ഞങ്ങൾ ശക്തരാകട്ടെ. കരങ്ങളുയർത്തി പിതാവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, സാത്താൻ വിട്ടുപോകട്ടെ. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, സാത്താൻ വിട്ടുപോകട്ടെ. ആത്മാവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, സാത്താൻ വിട്ടുപോകട്ടെ. ആത്മാവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, സാത്താൻ വിട്ടുപോകട്ടെ. സ്വതന്ത്രമായി എല്ലാവരും സ്തുതിക്കുക. ഹാലുലി ഹാലു. രോഗികളായ മക്കളെ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൈശാചിക ബന്ധനങ്ങൾ കെട്ടുകൾ അഴിയട്ടെ. ശബാലത ബാബ ബാല 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 ബാല. എല്ലാവരും സ്തുതിക്കുക. ആലുലി 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 ആലുലി. ശക്തമായി സ്തുതിക്കുക. ദിവികാനത്തെ നോക്കിക്കൊണ്ടോ കണ്ണുകൾ അടച്ചുകൊണ്ടോ സ്തുതിച്ച് കർത്താവിൻ്റെ പേര് ചൊല്ലി വിളിച്ച് അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ പ്രത്യേകമായ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ് അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തോടെ സ്തുതിച്ചതിന് ഹാലലിയ 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 പോരല്ലോ. ശബ്ദമുയർത്തി സ്തുതിക്കുന്നു. ഹാലലിയ ഹാലലിയ എന്ന് സ്തുതിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്തവരൊക്കെ പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരി ശുശ്രൂഷ കാണുന്നവരുണ്ടെങ്കിലൊക്കെ പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കുഞ്ഞുങ്ങളില്ലെങ്കിൽ പ്രാർത്ഥിക്കുക. സാക്ഷ്യം പറയാമെന്ന് വാക്ക് കൊടുത്തുകൊണ്ട് ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹാലലിയ ഹാലലിയ പറഞ്ഞ് സ്തുതിക്കുന്നു. കാലനക്കാൻ പറ്റാത്ത രീതിയിൽ മുട്ടുവേദന, കാല് അനക്കാൻ പോലും പറ്റാത്ത രീതിയിൽ മുട്ടുവേദന കർത്താവ് അത്ഭുത രോഗശാന്തി നൽകി കർത്താവ് അനുഗ്രഹിക്കുകയാണ്. ഹാലലിയ ഹാലലിയ. ജിമ്മി എന്നൊരു പേര് തരുന്നു. ജിജി എന്നൊരു പേര് തരുന്നു. ജിജി എന്ന് പേര് തരുന്നു. ആ മക്കളെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നു, അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ശക്തമായി പ്രാർത്ഥിക്കുക. ഹാലലിയ ഹാലലിയ. വയറുവേദനയുള്ളവർ പ്രാർത്ഥിക്കുക. അസിഡിറ്റി, അൾസർ, വയറുവേദന, ഉദരസംബന്ധമായ ബുദ്ധിമുട്ടുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ. ലൂസ് മോഷൻ, ഇങ്ങനെ ഉദരസംബന്ധമായ ബുദ്ധിമുട്ടുള്ളവർ പ്രാർത്ഥിക്കുക. കർത്താവ് ഇതാ വയറുവേദനയ്ക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു മാനനഷ്ട കേസിൽ കർത്താവ് ഇടപെടുന്നതായിട്ട് കാണിക്കുകയാണ്. ഒരു മാനനഷ്ട കേസുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഈശോ ശക്തമായിട്ട് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. എളിമയോടെ പ്രാർത്ഥിക്കാൻ ഈശോ പറയുകയാണ്. അഹങ്കാരമുള്ള മക്കളെ കാണിക്കുന്നു. ഇവിടുന്ന് പറയുന്ന കാര്യങ്ങളൊന്നും സ്വീകരിക്കാതെ നിൽക്കുന്ന മക്കളെ കാണിക്കും. വിശ്വസിക്കാൻ പറ്റാത്തവർ, ദൈവവചനം വിശ്വസിക്കാനോ എളിമയോടെ സ്വീകരിക്കാൻ പറ്റാത്ത യാക്കോബ് 1:21 നിങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ള ദൈവവചനത്തെ എളിമയോടെ വിനയപൂർവ്വം സ്വീകരിക്കാൻ ഈശോ പറയുക. എളിമയോടെ വചനം സ്വീകരിക്കാൻ പറയുന്നു. മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കണ്ടുകൊണ്ട് ക്ഷമിക്കാനും ക്ഷമ ചോദിക്കാനും ഈശോ പറയുക. എളിമയോടെ നമ്മൾ താഴ്ന്ന് മറ്റുള്ളവരോട് ക്ഷമ ചോദിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തിരുരക്താഭിഷേകം കർത്താവ് ഈ സമുദ്രം തന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. തിരുരക്തത്തിന്റെ അഭിഷേകം കർത്താവ് തരുന്നു. സൂര്യ നമസ്കാരം ചെയ്യുന്ന ഒരാളോട് അതിന്ന് പിന്മാറാൻ കർത്താവ് സന്ദേശം തരുന്നു. ഒപ്പം തന്നെ തുറന്ന് കുമ്പസാരിക്കാൻ ഈശോ പറയുന്നു. വർഷങ്ങളായി മൂക്കിന് മണമില്ലാത്തൊരു പ്രായമായ സഹോദരനെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. വർഗീസ് എന്ന പേരുള്ള മകന്റെ പൈൽസ്, മൂലക്കുരു സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. സൈക്യാട്രിക് ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്ററിനെ കർത്താവ് സൗഖ്യപ്പെടുന്നു. മഞ്ജു എന്ന മകളോട് കിട്ടിയ അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്താൻ കർത്താവ് സന്ദേശം തരിക. ഒരു യൂത്ത് പെൺകുട്ടിയുടെ ടോൺസിലൈറ്റിസ് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഫാദർ മാർട്ടിനെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. മുല്ലക്കര ഭാഗത്ത് നിന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. വിവാഹ മോചനത്തിൽ നിന്നും പിന്മാറാൻ ഡോക്ടർമാരായ ദമ്പതികൾക്ക് കർത്താവ് മുന്നറിയിപ്പ് തരിക. വിറ്റാമിൻ ഡി എപ്പോഴും കുറവുള്ള അവസ്ഥയുള്ള ഒരു കുട്ടിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. പ്രശാന്ത് എന്ന മകനോട് മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ കർത്താവ് സന്ദേശിച്ചിരുന്നു.
മല്ലു എന്ന വിളിപ്പേരുള്ള ഒരു കുട്ടിയെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. രജിസ്റ്റർ മാരേജിനായിട്ട് ഒരുങ്ങുന്ന ഒരു മകളോട് എന്ത് വില കൊടുത്താൽ നിന്ന് പിന്മാറാൻ കർത്താവ് സന്ദേശം തരുന്നു. ഉഷ എന്ന പേരുള്ള മകളോട് കിട്ടിയ അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്താൻ കർത്താവ് സന്ദേശം തരികയാണ്. വിദേശ യാത്രയ്ക്കായിട്ട് ഒരുങ്ങുന്ന മക്കള് അവരെ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവരും കഴുത്തിൽ വെന്തിക്ക് ധരിക്കാൻ ഈശോ സന്ദേശം തരികയാണ്. വലതുകാലിന് മരവിപ്പ് അനുഭവപ്പെടുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. വലതുഭാഗത്തിലെ ക്യാൻസർ ഉള്ള ഒരാൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഫിസ്റ്റുല കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ശരീരത്തിലെ അരിമ്പാറിയുള്ള ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഡെയ്സി എന്ന മകളുടെ ഉപ്പിറ്റുവേദന കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. തൈറോയിഡിന് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന മകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഓവറിയിലെ സിസ്റ്റുള്ള 2 പേർക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ശ്വാസമുട്ടുള്ള ഒരു കുഞ്ഞിനെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. പൊക്കിൾ കൊടിക്ക് ചുറ്റും ചൊറിച്ചിലുള്ള ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. മൂക്കിലെ ദശ വളരുന്ന അനു എന്ന മകൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ജോർജ് എന്ന മകന്റെ തലകറക്കം സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. കടമുറി വാടകയ്ക്ക് കൊടുക്കാനുള്ള തടസ്സെടുത്ത് മാറ്റി ഒരു മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഡിപ്രഷനും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ശരീരം മുഴുവൻ ചുണങ്ങു വന്നിരിക്കുന്ന ഒരാൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഡൗൺ സിൻഡ്രോം ഉണ്ടാകുമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ള ഒരു ഗർഭസ്ഥ ശിശുവിനെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ടുള്ള ഒരു യൂത്ത് മകന് കേൾവി ശക്തി കൂട്ടി നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. ജോസ് എന്ന സഹോദരന്റെ ഹെർണിയ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. മൂത്രത്തിൽ കല്ലുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. കാൽമുട്ടിന്റെ ലിഗമെന്റിന് ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. പല്ലുപുളിപ്പ്, പല്ലിന് കേടുള്ള ഒരു പ്രാർത്ഥിക്കുക, പല്ല് സംബന്ധമായ രോഗങ്ങൾ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. നഴ്സിംഗ് പഠിക്കുന്ന ഒരു മകളുടെ ഓവറിയിലെ സിസ്റ്റ് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ശ്വാസമുട്ടും ശക്തമായ ചുമയുള്ള ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഒരു അമ്മയുടെയും കുഞ്ഞിന്റെയും വിദേശ യാത്രാ തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. അപ്പൻഡിസൈറ്റിസ് രോഗമുള്ള ഒരാൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. രഹസ്യഭാഗത്ത് ശക്തമായ ചൊറിച്ചില് ഇൻഫെക്ഷൻ ഉള്ള ഒരാൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. മഞ്ഞപ്പിത്തം കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ദിവ്യ എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. പാലിയൂർ എന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഇടപെടുന്നു. പാൻക്രിയാസ് സംബന്ധമായ രോഗാവസ്ഥകളുള്ളവർ പ്രാർത്ഥിച്ചോ സൗഖ്യം നിന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. മദ്യപിക്കുന്ന മക്കളെ കാണിക്കുകയാണ്. എന്ത് വില കൊടുത്തും മദ്യപാനം അവസാനിപ്പിക്കാൻ കർത്താവ് സന്ദേശം തരിക. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം ഈ ശുശ്രൂഷയിൽ കർത്താവ് വർഷിക്കുന്നതിനോട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ പറഞ്ഞ് സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ പേര് ലില്ലി, കണ്ണൂർ ജില്ലയിലെ ഏറ്റുപാറയിൽ നിന്ന് വരുന്നു. ഞങ്ങൾ അത്ഭുതജപമാല എല്ലാ ആഴ്ചയിലും ഞാൻ കൂടും. എല്ലാ ആഴ്ചയല്ല, മിക്ക ദിവസങ്ങളിലും കൂടും. അങ്ങനെ എൻ്റെ വീട്ടിൽ ഈ എലിയുടെ ഭയങ്കര ശല്യമാണ്. എലി, പല്ലി, പാറ്റ, പാമ്പ്. ഒരു ദിവസം 7 പാമ്പിനെയെങ്കിലും പിറ്റേന്ന് കൊല്ലും. അത് വളകുഴപ്പം. ദിവസം 7 പാമ്പിനെങ്കിലും കൊല്ലുന്നു. എനിക്ക് പാമ്പെന്ന് പറഞ്ഞാൽ പേടിയായിരുന്നു. ഞാൻ ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പം വേറെ ആരെയും എപ്പോഴും വിളിക്കാൻ പറ്റിയല്ലോ. ഈശോയെ ഓർത്ത് വിളിച്ച് ഗീവർഗീസുണ്ണിയാളാന്ന് വിളിച്ച് അടിച്ചു കൊല്ലും. ഞാൻ എന്നാ ചെയ്യുമെന്ന് അറിയത്തില്ലാതെ ഞാൻ എന്നിട്ട് എൻ്റെ നാത്തൂൻ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്ന അവളെ എനിക്ക് ഇങ്ങോട്ട് വന്ന് അവൾ പറഞ്ഞു, ചേച്ചി വിഷമിക്കണ്ട, ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞാൽ മതിയെന്ന്. ഞാൻ വെഞ്ചരിച്ച് ഉപ്പിട്ട് ഭിത്തിയിലും എല്ലാം തളിച്ച് എറിഞ്ഞ് ശക്തിയായിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി എറിഞ്ഞ് പെരയ്ക്ക് ചുറ്റും എന്നും പ്രാർത്ഥിക്കും. ഇപ്പോൾ ഒരു 4 മാസമായിട്ട് ഒരൊറ്റ പാമ്പിനെ കാണുന്നില്ല. നല്ലൊരു പാമ്പ് മാത്രമല്ല, എലിയുണ്ട്. എലി എന്ന് പറഞ്ഞാൽ എലി കുഞ്ഞുങ്ങൾ പൊഴിഞ്ഞാടുക. ഈ കുഞ്ഞുങ്ങൾ പൊഴിഞ്ഞാടി കഴിയുമ്പോൾ നമുക്ക് അറപ്പാവുക. പെരയ്ക്കകത്ത് തിണ്ണേല് ഈ പെരയുടെ മുകളിൽ നിന്ന് ഈ ബർത്തേന്നൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞു ആടും. ഇതും കൂടെ കരച്ചിൽ ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ പല്ലിയും പാറ്റ ഇതെല്ലാം പോയി. ഒരു എലി കുഞ്ഞുങ്ങൾ പോലും ഇല്ല. സ്നേഹമുള്ളവരെ, ഈശോയുടെ സന്നിധിയിൽ നമുക്ക് മുട്ടുകൾ കുത്താം. ഭൂതോച്ചാരണ വസ്തുക്കൾ നമുക്ക് ഉപയോഗിക്കാൻ തീരുമാനമെടുക്കാം. ഒരു ഭൂതോച്ചാരണ കിറ്റ് നമ്മുടെ വീടുകളിൽ ഉണ്ടായിരിക്കട്ടെ. ഒരു കൺവെൻഷൻ സമയത്ത് കർത്താവ് തന്ന ഒരു ദൈവസ്വരമാണ് ഭൂതോച്ചാരണ കിറ്റ് എന്ന് പറയുന്ന ഒരു വാക്ക്. ഒരു കിറ്റ് ഈ ഭൂതോച്ചാരണ വസ്തുക്കളുടെ ഒരു എല്ലാറ്റിൻ്റെയും വ്യഞ്ചരിച്ച തേൻ, ഒരു ഓയിൽ, ഹന്നാവെള്ളം, ഇങ്ങനെയുള്ള ഉപ്പ്, വ്യഞ്ചരിച്ച ഉപ്പ്, ഇതൊക്കെ നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉണ്ടായിരിക്കുക. ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ, ഇങ്ങനെയുള്ള ഓരോ മേഖലകൾ വരുമ്പോൾ ഇതെടുത്ത് ബന്ധന പ്രാർത്ഥന ചൊല്ലി ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയുള്ള ബന്ധന കെട്ടുകൾ നമുക്ക് കഴിഞ്ഞു പോകും. ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ ഭൂതോച്ചാരണ പ്രാർത്ഥനയിലൂടെയും ഭൂതോച്ചാരണ വസ്തുക്കളിലൂടെ നമുക്ക് ലഭിക്കും. അതെല്ലാം സാക്ഷ്യപ്പെടുത്താൻ തീരുമാനമെടുത്തുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുക. എല്ലാവരും സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയാ